പ്രണയ സാഫല്യം. രചന ആസിയ പൊന്നൂസ്. അവതരണം സാലിം കരുളായി. ഡോർ തുറന്നവൻ നിളയെ പിടിച്ച് പുറത്തേക്ക് തള്ളി. നിള പോയി വീണതോ പ്രശ്നം ചോദിച്ചറിയാമത് നരേന്ദ്രന്റെ കാൽക്കല്ലേക്കും. ആ കാഴ്ചയിൽ നരേന്ദ്രൻ നെഞ്ചിപ്പിടഞ്ഞു. ഇക്കാലം അത്രയും കഷ്ടപ്പെട്ടത് ഈ മകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. നെഞ്ചിടിപ്പോടെ അയാൾ നിലയെ പിടിച്ചു ഉയർത്തി. നിലയുടെ മുഖം കണ്ട് അയാളുടെ ഉള്ളിലാകെ വിറച്ചു. പ്രശ്നം ഇത്രയും രൂക്ഷമാണെന്ന് ചിന്തിച്ചതേയില്ല. സ്ത്രീക്ക് അയാളെ കണ്ട ഭാവം പോലും ഉണ്ടായിരുന്നില്ല. ശ്രീ, എന്താ എന്താ മോനെ പ്രശ്നം? അയാൾ മകളെ ചേർത്ത് നിർത്തി സ്ത്രീയോടായി ചോദിച്ചു. ഇവളെ വിളിച്ച് ഈ നിമിഷം ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. ഇനി ഒരു ഒറ്റരെണ്ണം ഈ ഗേറ്റ് കടന്ന് ഇവിടേക്ക് വന്നു പോകരുത്. വന്നോ അടിച്ചിറക്കും ഞാൻ, അതാരായാലും. സ്ത്രീ പറയാനുള്ളത് പറഞ്ഞു. നരേന്ദ്രനൊന്നും മനസ്സിലായില്ല. നില തലേ ദിവസം വിളിച്ച് സ്ത്രീക്ക് എന്തോ മാറ്റം സംഭവിച്ചെന്നോ തന്നോടിപ്പോൾ ഒരു അകൽച്ച കാണിക്കുന്നത് പോലെ എന്നൊക്കെ പരാതി പോലെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം സംഭവിച്ചതൊക്കെ വിളിച്ച് പറയാനുള്ള സമയം അവൾക്ക് കിട്ടിയില്ല. അതിനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവളപ്പോൾ. മോനെ മോനെ എന്തൊക്കെയാ ഈ പറയുന്നേ? നരേന്ദ്രൻ അവന്റെ തോളിൽ കൈവച്ചു. അവൻ ആ കൈ അടുത്ത നിമിഷം തട്ടിയെറിഞ്ഞു. ഒന്നുമില്ലാത്തവനായിരുന്നൊരു കാലുണ്ടായത് എനിക്ക്. അന്ന് എന്നെ അവഹേളിച്ച് വിട്ടി തന്നക്കുമ്പോൾക്കും ഞാനിപ്പോൾ യോഗ്യനായപ്പോൾ വേണം പോലും. ഞാൻ ചിന്തിച്ചതാ, അന്ന് എന്നെ അപമാനിച്ചു വിട്ട ഇവൾക്ക് എന്നെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന്. എന്റെ സംശയങ്ങളൊക്കെ ശരിയായെന്ന് തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. നരേന്ദ്രൻ ആ വാക്കുകളിൽ ഞെട്ടാതിരുന്നില്ല. മോനെ മോനെ എന്തൊക്കെയാ പറയുന്നേ? ആരാ അപമാനിച്ചെന്നാ? നരേന്ദ്രൻ തിരക്കി. സ്ത്രീക്ക് കലികേറി. ഇനി നിങ്ങളുടെ നാടകം കണ്ട് സമയങ്ങളെ എന്നെ കിട്ടില്ല. മകളെ വിളിച്ച് സ്ഥലം വിടാൻ നോക്ക്. അതും പറഞ്ഞ സ്ത്രീ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് അവൻ അവരെ തിരിഞ്ഞു നോക്കി. ആ പിന്നെ വക്കീൽ നോട്ടീസ് ഞാൻ ഉടനെ അയക്കും. പുതിയ തന്ത്രങ്ങളുമായി അത് തടയാനാണ് ഉദ്ദേശമെങ്കിൽ കാത് തുറന്നു വെച്ച് കേട്ടോ. ഞാൻ സ്നേഹിച്ചതും ഇപ്പൊ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതും എന്റെ മീരിയ. അവളെ എന്നിൽ നിന്നും അകറ്റി എന്ന തെറ്റ് മാത്രമല്ല നിങ്ങൾ ചെയ്തത്. അത് ഞാൻ പിന്നെയും ക്ഷമിച്ചെന്ന് വരും. പക്ഷെ എന്റെ മീരയെ പണത്തിന് വേണ്ടി ഒരു ഭ്രാന്തന് വിറ്റ നിന്നെയൊക്കെ ഈ ജന്മത്തിൽ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. എന്നെ എന്റെ ജീവിതത്തിൽ ഇരുന്നിട്ട് തന്നെ വെടിയാക്കി രസിക്കുമല്ലായിരുന്നു നീ. ചാദിച്ച് നേടിയ ഈ ജീവിതം കണ്ട് കുറച്ചൊന്നുമല്ലോ നീ അഹങ്കരിച്ചത്. നിന്റെ എല്ലാ അഹങ്കാരവും തീർത്ത് തരുന്നുണ്ടടി ഞാൻ. സ്ത്രീ കലിയടങ്ങാതെ പറഞ്ഞു. മോനെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നിലയെ അവിശ്വസിക്കാൻ മാത്രമേ ഉള്ളൂ നീ? നരേന്ദ്രൻ അവനോട് ചോദിച്ചു. അത് കേട്ടവൻ ചുണ്ടുകൂട്ടി പൂജിച്ച് ചിരിച്ചു. ഞാനിവളെ വിശ്വസിക്കാം. ഞാൻ ഇന്നലെ അവൾക്ക് തെളിയിക്കാൻ ഒരു അവസരം കൊടുത്തതാ. ഇവൾക്ക് അതിന് കഴിഞ്ഞില്ല. അതിനർത്ഥം എന്താ? താൻ തന്നെ പറയേ, അവൻ പറഞ്ഞു. നരേന്ദ്രൻ നിളയെ നോക്കി. നിള നരേന്ദ്രനെ നോക്കി വിരുമ്പി കാട്ടി. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് അപ്പാടെ വിഴുങ്ങുന്നൊരു കാലുണ്ടായെന്ന് എനിക്ക് ആ അബദ്ധം ഇനി എന്റെ ലൈഫിൽ ആവർത്തിക്കില്ല. നരേന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് കിണഞ്ഞ് ആലോചിച്ചു. ഒരു വഴി കണ്ടെത്താൻ ബുദ്ധി പല ദിശയിലേക്ക് സഞ്ചരിച്ചു. മോനെ ശ്രീ, ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആരായാലും അവർക്ക് ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, നിങ്ങളെ തമ്മിൽ അകറ്റുക. അത് ഭംഗിയായി നടക്കുന്നുണ്ട്. മോൻ ഇത്രയ്ക്ക് വിഡ്ഢിയായി പോയല്ലോ. നരേന്ദ്രൻ സഹതാപം നിറഞ്ഞ വാക്കുകളോടെ പറഞ്ഞു. അയാളെ തല്ലാൻ അവനെ കൈത്തടിച്ചു. അതേടോ, ഞാനൊരു വിഡ്ഢി തന്നെയാ. അങ്ങനെ ആക്കുകയില്ലായിരുന്നോ നീയൊക്കെ കൂടി? ഇനിയും അത് വേണ്ട. എനിക്ക് വേണ്ടിയായിരുന്നില്ലേ ഈ ദുഷ്ടത്തിനെ മുഴുവൻ കാണിച്ചു കൂട്ടിയത്? അല്ലെങ്കിൽ എന്റെ സ്വത്തുക്കൾക്ക് വേണ്ടിയായിരുന്നില്ലേ ഈ നാടൊക്കെ അവൾക്ക് നഷ്ടപ്പെടാൻ പോകുക? ഞാൻ സ്നേഹിച്ചതും എന്നെ സ്നേഹിച്ചതും മീരിയ. എന്നെ പോലൊരു ചതിയായിരുന്നില്ലേ അവളുടെ വിവാഹവും? അതുകൊണ്ട് മീരയെ ഇനിയുള്ള ജീവിതത്തിൽ കൂടെ കൂട്ടാനാ എന്റെ തീരുമാനം. ഇനി എന്റെ പ്രണയവും ജീവിതവും ഒക്കെ അവൾക്ക് വേണ്ടി മാത്രമാ. മനസ്സിലുള്ളത് അതുപോലെ തന്നെ അവൻ വെട്ടിത്തുറന്ന് പറഞ്ഞു. നിളയെന്തോ അപരാധം കേട്ടതുപോലെ അവനെ തുറച്ചു നോക്കി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവൾ അലറി. അവളുടെ കണ്ണുകൾ രക്തവർണ്ണമായി. നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ചതിയിലൂടെ നടന്ന വിവാഹമായതുകൊണ്ട് ഈ മാരേജ് നിയമത്തിന് മുന്നിൽ നിലനിൽക്കില്ല. ഈ ബന്ധം വേർപ്പെടുത്താൻ കാലതാമസം ഉണ്ടായാലും എനിക്ക് പ്രശ്നമില്ല. അതുവരെ മീരയെ ചേർത്ത് നിർത്താൻ കഴിയില്ലെന്നൊരു സങ്കടം മാത്രമേ ഉണ്ടാകൂ. നിന്നെ പോലൊരുത്തിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ആ സങ്കടം ഞാനങ്ങ് സഹിക്കും. ശ്രീ വാശിയോടെ പറഞ്ഞു. നിങ്ങൾ എന്താ പറഞ്ഞത്? എന്നെ ഒഴിവാക്കി അവളെ വിവാഹം കഴിക്കുന്നു, അവളെ ഭാര്യയാക്കുന്നു. സ്ത്രീയുടെ ഷാട്ടിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അവൾ അലറി. നിനക്കെന്താടി കേൾവിക്കുറവുണ്ടോ? മറ ചോദ്യത്തിൽ അവൻ നിളയെ പിടിച്ച് തള്ളി. ഇല്ല, ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കില്ല. മരണം വരെയും ഞാൻ തന്നെയായിരിക്കും നിങ്ങളുടെ ഭാര്യ. ഞാൻ മാത്രമാ നിങ്ങളുടെ ഭാര്യ. എന്നെ ഉപേക്ഷിച്ച് അവൾക്കിപ്പോ പോയാ അവൾ പിന്നെ ജീവനോട് ഉണ്ടാവില്ല. കൊല്ലും ഞാൻ അവളെ. ഒരു ഭ്രാന്തിയെ പോലെ അവൾ മുരണ്ടു. സ്ത്രീക്കെന്തോ അത് കേട്ട് നിൽക്കാനായില്ല. മീരയുടെ മുഖമോർത്തപ്പോ കൈവീശി അവളുടെ ചെകിടത്തൊന്ന് കൊടുത്തുപോയി അവൻ. നരേന്ദ്രൻ എന്തെങ്കിലും ചെയ്യും മുന്നേ മകളുടെ മുഖത്ത് അടി വീണിരുന്നു. അവളെ കൊല്ലാക്കൊല ചെയ്തിട്ട് നിനക്ക് മതിയായില്ലല്ലേ?
നാവിൻ തുമ്പിൽ വന്ന തേറി അവൻ കടിച്ചമർത്തി. ഇറങ്ങിപ്പോണു മകളെയും വിളിച്ചോണ്ട്. ഇനിയും ഇവളെന്റെ മുന്നിൽ നിന്നോ എന്റെ കൈ കൊണ്ടാവും ഇവളുടെ മരണം. കൊല്ലും ഞാൻ ഈ പുന്നാര മോളെ. അവൻ കലിയോടെ വന്നവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നരേന്ദ്രൻ അവനെ പിടിച്ചു മാറ്റി. ഇറങ്ങിപ്പോണു. അച്ഛനെയും മോളെയും ഒരുപോലെ പിടിച്ച് തള്ളിക്കൊണ്ട് അവൻ ദേഷ്യത്തോട് അകത്ത് കയറി ഡോറ് വലിച്ചടിച്ചു. ശ്രീകുട്ട, ഇനി അവളെങ്ങാനും ഗാർഹിക പീഡനമൊന്നും പറഞ്ഞ് കേസ് കൊടുക്കൂ. എല്ലാം കണ്ടും കേട്ടു നിന്ന ലക്ഷ്മി അമ്മക്ക് ആദ്യം കയറി. അവള് കൊണ്ടു കൊടുക്കട്ടെ. ഇതിന്റെ പേരിൽ അകത്ത് കിടക്കേണ്ടി വന്നാലും ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. ശ്രീ ഉറപ്പിച്ച് പറഞ്ഞിട്ട് സ്റ്റെയർ കയറി പോയെങ്കിലും ലക്ഷ്മി അമ്മയുടെ ആശങ്ക അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. വാതിലെ, നമുക്ക് പോയേക്കാം. ശ്രീ കയറി പോകുന്നത് കണ്ട് നരേന്ദ്രൻ നിലയോട് പറഞ്ഞു. ഇല്ല, ഞാനിവിടുന്ന് എങ്ങോട്ടും വരില്ല. എനിക്ക് ശ്രീക്കൊപ്പം നിന്നാ മതി. അവള് വാശിയോടെ പറഞ്ഞു. അവൻ പറഞ്ഞിട്ട് പോയതൊന്നും നീ കേട്ടില്ല നിളേ. അവന് നിന്നെ വേണ്ടെന്ന്. നരേന്ദ്രൻ മകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ വാക്കുകൾക്കൊന്നും അവളെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഞാനിവിടുന്ന് ഇറങ്ങിയ ശ്രീ എന്നെ ഉപേക്ഷിക്കും. അവളെ കല്യാണം കഴിച്ച് എന്റെ സ്ഥാനത്തേക്ക് അവൾ വരും. എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. ഞാൻ വരുന്നില്ല ചാ. അവള് വാശി പിടിച്ചു. നീ പറയുന്നത് മനസ്സിലാക്കുന്നേ. നിന്നോട് ബന്ധം ഉപേക്ഷിച്ച് വരാനല്ല അച്ഛൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ അമ്മയും മകനും കൂടി നിന്റെ സ്വസ്ഥത കളയും. ഇവിടുന്ന് പോയെന്ന് കരുതി ഈ ബന്ധം അവസാനിക്കുന്നൊന്നും മോള് പേടിക്കണ്ട. അങ്ങനെ അവസാനിപ്പിക്കാനല്ലല്ലോ നമ്മൾ ഇത്രയും പാടുപെട്ടത്. നരേന്ദ്രൻ മകൾക്ക് ധൈര്യം പകർന്നു. പിന്നെ അവൻ ആ മീരയെ കേട്ടൊന്ന് പറഞ്ഞത്, അച്ഛൻ ജീവനോടെ ഇരിക്കുമ്പോ അത് സംഭവിക്കില്ല. എന്റെ ജീവിതം തുടങ്ങിയപ്പോൾ മുതലുള്ള കരടാണ് അവള്. ഈ പാതയേക്കേണ്ട എന്റെ മോളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നമുക്ക് മേലെ ആ കരട് വളരാൻ തുടങ്ങിയ ഒന്നും നോക്കാതെ അച്ഛൻ വെട്ടി മാറ്റിയിരിക്കും. നരേന്ദ്രന്റെ വാക്കുകൾ കേട്ട് നിലക്ക് കുറച്ചൊക്കെ ധൈര്യം തോന്നി. തൽക്കാലം മോൾ അച്ഛനോടൊപ്പം വാ മോളെ. അച്ഛനല്ലേ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ കാണാം. മോള് സമാധാനത്തോടെ ഇരിക്ക്. വാ. നരേന്ദ്രൻ നിർബന്ധിച്ചതും മനസ്സില്ലാ മനസ്സോടെ നിളൊപ്പം ചെല്ലാൻ സമ്മതിച്ചു. അവിടുന്ന് പോകാൻ അവൾക്ക് തീരെ മനസ്സിലായിരുന്നു. കാറ് ഗേറ്റ് കടന്ന് പോകുന്നത് വരെ നിള തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. മഹിയുടെ കാൽക്കൽ തലവെച്ചാണ് വരലക്ഷ്മി ഉറങ്ങിയത്. ധ്രുവന്റെ സഹായത്തോടെയാണ് രാത്രി മുറിയിലേക്ക് മഹിയെ കൊണ്ടുവന്ന് കിടത്തിയത്. ധ്രുവനെ പറഞ്ഞയച്ച ശേഷം വരലക്ഷ്മി മഹിയുടെ ഷൂസും ഷോക്സും ഒക്കെ ഊരി മാറ്റി. വിയർത്ത് കുളിച്ച് മഹിയുടെ ടീഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചു മാറ്റി വരലക്ഷ്മി AC ഓൺ ചെയ്ത് കൊടുത്തു. അതിനുശേഷം മഹിയുടെ കാൽക്കൽ മുഖം വെച്ച് 1000 വട്ടം മാപം പറഞ്ഞു. ആ ഇരിപ്പിൽ കരഞ്ഞ് അവർ എപ്പോഴും മയങ്ങിയതായിരുന്നു. വൈകി ഉറങ്ങിയത് കൊണ്ടാകും നേരം ഒരുപാട് വൈകിട്ടും വരലക്ഷ്മി ഉറക്കം വിട്ട് ഉണർന്നില്ല. എന്നാൽ അതേസമയം തലക്ക് സഖ്യമായ വേദനയും പെരുപ്പുമൊക്കെ തോന്നി ആയാസപ്പെട്ടുകൊണ്ട് മഹി കണ്ണു തുറന്നു. ചുറ്റും നോക്കി താൻ എവിടെയാണെന്ന് മനസ്സിലാക്കി. കാലിൽ ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് മഹി കാലിലേക്ക് നോക്കിയത്. അപ്പോഴാണ് തന്റെ കാലിൽ മുഖമമർത്തി വെച്ച് ഉറങ്ങുന്ന വരലക്ഷ്മിയെ മഹി കാണുന്നത്. അവരെ കണ്ടതും മഹി കാലുകൾ കുടഞ്ഞുകൊണ്ട് ധൃതിയിൽ എണീക്കാൻ നോക്കി. വരലക്ഷ്മി അപ്പോഴേക്കും ഒരു ഞെട്ടലോടെ കണ്ണു തുറന്നിരുന്നു. മഹിക്ക് വരലക്ഷ്മിയെ അങ്ങനെ കണ്ട ദേഷ്യവും തലയിലെ പെരുപ്പുമൊക്കെയായി ആകെ ദേഷ്യം വന്നിരുന്നു. എന്നിട്ടും ഒരു അക്ഷരം മിണ്ടാതെ തലക്ക് താങ്ങ് കൊടുത്ത് ഹെഡ് ബോർഡിൽ ചാരിയിരുന്നു. ബാറിലെത്തുന്നവരെയുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞു വന്നതും അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. വരലക്ഷ്മിയും വിശ്വനും മധുവും ശത്രുസ്ഥാനത്ത് ഊട്ടി ഉറക്കപ്പെട്ടു. അവരുടെ മുഖങ്ങൾ മനസ്സിൽ വെറുപ്പ് നിറച്ചുകൊണ്ട് തെളിഞ്ഞു നിന്നു. അവരോർക്കവേ അയാളുടെ കൈകൾ തലമുടിയിൽ മുറുകി. മഹിയേട്ടാ. സങ്കടത്തോടെയും ഭയത്തോടെയും വരലക്ഷ്മി അയാളെ വിളിച്ചു. മഹി തലയുർത്താതെ അങ്ങനെ തന്നെ ഇരുന്നു. അത് കണ്ട് വിറയിലൂടെ വരലക്ഷ്മി അയാളുടെ അടുത്തേക്ക് നടന്നു. ഒരുപാട് നേരം ആലോചിച്ച ശേഷം തന്റെ വലത് കൈ മഹിയുടെ അടുത്ത് തോളിൽ അമർത്തി. ഒരു ഭ്രാന്തനെ പോലെ ആ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് മഹി ചാടി എണീറ്റു. പെട്ടെന്ന് ഞെട്ടിപ്പോയ വരലക്ഷ്മിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് കൊണ്ട് കിതച്ചു. ഭയം കൊണ്ട് വരലക്ഷ്മിയുടെ കണ്ണുകൾ വികസിച്ചു വന്നു. മഹി ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആ മുഖം കാണുന്തോറും അയാളുടെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു. ദേഷ്യത്തോടെ മുഖം തിരിച്ചുകൊണ്ട് മഹി അവരെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ബാത്റൂമിലേക്ക് പാഞ്ഞുപോയി. ശ്വാസം മുട്ടിയ വരലക്ഷ്മി കഴുത്തിൽ കൈവച്ച് ആഞ്ഞു ചുമച്ചുകൊണ്ടിരുന്നു. അവർക്ക് സങ്കടം തോന്നി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതിനൊപ്പം ഒരു കുഞ്ഞു ആനന്ദവും. വെറുപ്പോടെയാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷമുള്ള മഹിയുടെ സ്പർശനം അവർക്ക് പ്രിയപ്പെട്ടതായി തോന്നി. അത് തന്നെ വേദനിപ്പിക്കാനാണെന്ന് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചെയ്ത തെറ്റിലുള്ള ശിക്ഷയാണെന്ന് അറിയാമെങ്കിലും വരലക്ഷ്മിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. ഇത്രയും കാലം ശിക്ഷിച്ചും മതിയായില്ലേ? ഇനിയെങ്കിലും താൻ മാപ്പ് അറിയിക്കുന്നില്ലേ? പുറത്തേക്ക് വരാൻ വെമ്പിയെ തേങ്ങൽ വാപ്പൊത്തി തടഞ്ഞുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ടിരുന്നു. കരഞ്ഞ് വരലക്ഷ്മി ബെഡിൽ തന്നെ കിടന്നു. എണീറ്റ് പോകാനൊന്നും തോന്നുന്നില്ല. പതിയെ കരച്ചിൽ കുറഞ്ഞു വന്നു. നേരത്തെ തേങ്ങലുകൾ മാത്രം കേൾക്കാം. അത് കേട്ടുകൊണ്ടാണ് മഹി കുളിച്ചിറങ്ങിയത്. മഹി വരലക്ഷ്മിയെ കുറച്ചു നേരം നോക്കി നിന്നു. അവരെ നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നുന്നു.
ഇനിയും നോക്കിയാൽ താൻ എന്തെങ്കിലും ചെയ്തു പോകുന്ന ചിന്തയിൽ മാഹി നോട്ടം മാറ്റി. ഷെൽഫിന് മുകളിൽ നിന്നും തന്റെ സ്യൂട്ട് കേസ് എടുത്ത് സോഫയിലേക്ക് വെച്ചു. ശബ്ദം കേട്ട് വരലക്ഷ്മി ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റ് നിന്നു. മാഹി അവരെ കണ്ടഭാവം നടിക്കാതെ തന്റെ ഡ്രസ്സും അത്യാവശ്യ തിങ്സും ഒക്കെ എടുത്ത് 2 സ്യൂട്ട് കേസിലാക്കി പാക്ക് ചെയ്തു. മഹിയേട്ടാ, മഹിയേട്ടൻ ഇത് എങ്ങോട്ടാ? അത്രയും നേരം അയാളുടെ ചെയ്തികൾ ഒരു ശില പോലെ വീക്ഷിച്ചു നിന്ന വരലക്ഷ്മി ബോധം വന്നവളെ പോലെ അവന് മുന്നിൽ കയറി തടസ്സമായി നിന്നു. മാഹിക്ക് ദേഷ്യം വന്നു. അവരോട് സംസാരിക്കാൻ പോലും വെറുപ്പാണ്. മുന്നിലും വന്ന് നിന്നപ്പോ കാലി കയറി അയാൾക്ക്. എങ്കിലും നിയന്ത്രിച്ചു നിന്നു. മാറ്, ദേഷ്യം കടിച്ചമർത്തി അയാൾ പറഞ്ഞു. ഇല്ല, മഹിയേട്ടനെ ഞാൻ എങ്ങോട്ടും വിടില്ല. മഹിയേട്ടന്റെ മോളെ ഞാൻ കൊണ്ടുവന്ന് മഹിയേട്ടന്റെ മുന്നിൽ നിർത്തി തരാം. പോകല്ല മഹിയേട്ട. മാഹിക്ക് മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് അവർ കെഞ്ചി. എന്നാൽ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ മാഹി അവരെ തള്ളിയിട്ടുകൊണ്ട് അവിടുന്ന് ധൃതിയിൽ ഇറങ്ങിപ്പോയി. താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ മധുവും അമ്മയും ഇരിപ്പുണ്ട്. മധു കരഞ്ഞുകൊണ്ട് അമ്മയോട് എന്തൊക്കെയോ പറയുകയാണ്. മീനാക്ഷി അമ്മ മറുപടിയൊന്നും കൊടുക്കുന്നില്ല. മാഹി വരുന്നത് കണ്ട് മീനാക്ഷി അമ്മ എഴുന്നേറ്റ് നിന്നു. നീ ഇതെങ്ങോട്ടാ മാഹി? അവന്റെ 2 കൈയിലേക്കും മാറി മാറി നോക്കി അവർ ചോദിച്ചു. മാഹിക്ക് പിന്നാലെ കിതച്ചുകൊണ്ട് വരലക്ഷ്മി ഓടി വരുന്നുണ്ട്. അമ്മേ, മാഹിയേട്ടൻ പോവുക, പോകേണ്ടത് പറയമ്മേ, വരലക്ഷ്മി ഏങ്ങിക്കൊണ്ട് പറഞ്ഞു. മീനാക്ഷി അമ്മ മകന് മുന്നിൽ വന്നു നിന്നു. മഹി, അവര് സങ്കടത്തോടെ വിളിച്ചു. തടയരുത്, ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഈ വീട്ടിൽ എനിക്ക് ശത്രുക്കളേ ഉള്ളൂ. എനിക്ക് കുറച്ച് മനസമാധാനം വേണം. എനിക്ക് എൻ്റെ മോളെ കണ്ടുപിടിക്കണം. എനിക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ ഞാനൊരു ഭ്രാന്തനായി പോകും. അമ്മയുടെ കൈ 2 കൂട്ടിപ്പിടിച്ച് മഹി പറഞ്ഞു. ഒന്നും പറയാനാവാതെ മീനാക്ഷി അമ്മ കണ്ണു നിറച്ചു നിന്നു. മധുവും കരയുന്നുണ്ട്. പക്ഷെ പോകരുതെന്ന് പറയാൻ നാവ് ചലിക്കുന്നില്ല. ഏട്ടന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം പോലും മധുവിനുണ്ടായിരുന്നില്ല. കുറ്റബോധത്താൽ അവരുടെ തല താഴ്ന്നു പോയിരുന്നു. മഹിയേട്ട, പോവല്ലേ, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ. മീരമോ. വരലക്ഷ്മി പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ മാഹി വാതിൽ കടന്ന് പുറത്തേക്ക് എത്തിയിരുന്നു. പിന്നാലെ വരലക്ഷ്മി ഓടിച്ചെന്തെങ്കിലും വരലക്ഷ്മിക്ക് സംസാരിക്കാനൊരു അവസരം പോലും കൊടുക്കാതെ മാഹി കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ആ കാറിന് പിന്നാലെ കരഞ്ഞുകൊണ്ട് വരലക്ഷ്മി ഓടിയെങ്കിലും മാഹി അപ്പോഴേക്കും കാറ് പറപ്പിച്ചിരുന്നു. അത് കണ്ട് വരലക്ഷ്മി മുറ്റത്ത് മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. രാവിലെ മീരയ്ക്ക് ഇന്റർവ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ധ്രുവൻ വീട്ടിലെ സാഹചര്യം മോശമായിട്ട് കൂടി ഓഫീസിലേക്ക് പോയി. പറഞ്ഞ സമയത്തിന് 10 മിനിറ്റ് മുന്നേ മീര എത്തിയിരുന്നു. പേരിൻ്റെ ഇന്റർവ്യൂ മാത്രമായിരുന്നത്. എങ്കിലും ധ്രുവൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ മറുപടി നൽകി അവനെ ഇംപ്രസ് ചെയ്യാൻ അവൾക്ക് സാധിച്ചു. അവളെ കാണുമ്പോഴൊക്കെ അവൻ മഹിയുടെ കരയുന്ന മുഖമാണ് ഓർമ്മ വരുന്നത്. അവൻ 2 പേരോടും ഒരുപോലെ സഹതാപം തോന്നി. തൻ്റെ ഇന്നത്തെ സുഖജീവിതത്തിന് മീരയുടെയും അവളുടെ അമ്മയുടെയും കണ്ണീരാണെന്ന് അവന് വ്യക്തമായ ബോധ്യമുണ്ട്. ഓരോന്ന് ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നിയവന്. സാർ, എന്തോ ആലോചിച്ചിരിക്കുന്നവനെ കണ്ട് മീര പതിയെ വിളിച്ചു. ധ്രുവനൊന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. ഓക്കെ, മുൻപുണ്ടായിരുന്ന ജോബ് എന്തിനാ റിസൈൻ ചെയ്തത്? അവൻ വെറുതെ ചോദിച്ചു. ഫാമിലിയിൽ നിന്ന് പ്രസിഡന്റ് ആയിരുന്നു സാർ. സ്റ്റെപ്പ് ഫാദറിന് ഇഷ്ടമല്ലായിരുന്നു. ഇതിനു മുമ്പ് നല്ല സാലറിയിലൊരു ജോബ് ഉണ്ടായിരുന്നതാണ്. അതും പേര് കേട്ടൊരു കമ്പനി. അന്ന് നിലക്കില്ലാത്തത് മീരക്കുള്ളത് കൊണ്ടോ അതോ മീരയെന്നും തന്റെ കാൽക്കീഴിൽ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ടാണോന്ന് അറിയില്ല. ജോലിക്ക് കയറി തുച്ഛമായ മാസമായപ്പോഴേക്കും നീരജ വഴി നരേന്ദ്രൻ മീരയെ കൊണ്ട് റിസൈൻ ചെയ്യിപ്പിച്ചിരുന്നു. പിന്നെ മീര എന്ത് ജോലിക്ക് ശ്രമിച്ചാലും അവൾ രക്ഷപ്പെടുന്നത് കരുതിയാവണം നരേന്ദ്രൻ എന്തെങ്കിലും കൊനിഷ്ഠമായി വരും. അവളുടെ മറുപടി കേട്ടപ്പോൾ ധ്രുവന് ദേഷ്യം തോന്നിയെങ്കിലും ആ സംസാരം അവൻ നീട്ടിക്കൊണ്ടു പോയില്ല. അവന്റെ കണ്ണുകൾ ഇതുവരെ ഉണങ്ങാത്ത മുറിവ് വെച്ച് കെട്ടിയ തലയിലേക്ക് നീണ്ടു. ഒരു ഓഫർ തന്നെന്ന് കരുതി ധൃതി പിടിച്ച് ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മീര. താനും നോക്കിയായിട്ട് പതിയെ ജോയിൻ ചെയ്താൽ മതി, ധ്രുവൻ പറഞ്ഞു. വേണ്ട സാർ, ഞാൻ ഓക്കെയാണ്, അവൾ വിനയത്തോടെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു. ഓക്കെ മീര, എങ്കിൽ നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. യു മൈ ലീവ് നോ, അവൻ പറഞ്ഞു. താങ്ക് യു സാർ. അവൾ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. മീര പുറത്തേക്ക് ഇറങ്ങാൻ നിന്നവളെ ധ്രുവൻ വിളിച്ചു. അവൾ എന്താണെന്ന് മട്ടിൽ തിരിഞ്ഞു നോക്കി. കുറച്ചു നേരം ധ്രുവനവൾ ഉറ്റുനോക്കി. എന്താ സാർ? അവന്റെ ഇരിപ്പ് കണ്ട് അവൾ നെറ്റിച്ചു വിളിച്ചു. ശരിക്കും അച്ഛനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമില്ലേ? അവൻ ചോദിച്ചു. മീര എന്തോ ആലോചിച്ച ശേഷം അവനെ നോക്കി ചിരിച്ചെന്ന് വരുത്തി. ഇല്ല, അവൾ പറഞ്ഞു. ബന്ധങ്ങൾ എന്നെനിക്ക് ബന്ധനങ്ങളായിട്ടുള്ളൂ. പിന്നെ ഉപേക്ഷിച്ച് പോയവരെ കരഞ്ഞിട്ട് ഇപ്പം എന്തിനാ? ഇപ്പം എനിക്ക് അല്പം സമാധാനമൊക്കെ ഉണ്ട്. അത് കളയാനോ പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാൻ എനിക്ക് വയ്യ. കഷ്ടപ്പെട്ട് വരുത്തിയ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. താൻ കരുതുന്നത് പോലൊന്നും അല്ല സംഭവിക്കുന്നതെങ്കിൽ തൻ്റെ അച്ഛനും ഫാമിലിയും തന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുവാണെങ്കിലോ? ധ്രുവൻ ചോദിച്ചു. അതിനും അവളൊന്ന് ആലോചിച്ചു. ശരിയാവില്ല സാർ, ഉപേക്ഷിച്ച് പോയ അച്ഛൻ്റെ അടുത്തേക്ക് തിരികെ പോവാൻ ഞാൻ തയ്യാറല്ല സാർ.
അവൾ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. അച്ഛൻ നിരപരാധിയാണെങ്കിലോ? എനിക്കങ്ങനെ തോന്നുന്നില്ല സാർ. അതും പറഞ്ഞ് നീര തിരിഞ്ഞു നടന്നു. എന്തോ ഓർത്തു നിന്നുകൊണ്ട് അവൾ ധ്രുവനെ നോക്കി. സാറിന് അറിയോ അയാളെ? അവൾ സംശയത്തോടെ ചോദിച്ചു. എന്നാൽ അതിന് മറുപടിയൊന്നും നൽകാതെ അവളെ നോക്കിയിരിക്കുകയേ ധ്രുവൻ ചെയ്തുള്ളൂ. അവന്റെ മൗനത്തിൽ നിന്നോ ഗ്രഹിച്ചതുപോലെ നിശ്വസിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് കടന്നു. അവൾ പോയ വഴിയെ നോക്കി ധ്രുവനും ഇരുന്നു.